നമസ്കാരം. PSCയിൽ പരീക്ഷാ ക്രമക്കേട് വിവാദത്തിന് പിന്നാലെ യോഗ്യതയുമായി ബന്ധപ്പെട്ട ചട്ടവിരുദ്ധ നിയമന നീക്കവും നടക്കുന്നതായി ആക്ഷേപമുയർന്നു. സർക്കാർ മെഡിക്കൽ കോളേജ് ബയോകെമിസ്ട്രി അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് MBBS ബിരുദവും MDയും വേണമെന്നാണ് ചട്ടം. എന്നാൽ ബയോകെമിസ്ട്രിയിൽ MSCയും PhDയും ഉള്ളവർ അവർക്ക് അപേക്ഷിക്കാമെന്ന് PSC വിജ്ഞാപനം തിരുത്തിയെന്നാണ് ആക്ഷേപം വന്നിരിക്കുന്നത്. ആദ്യ വിജ്ഞാപന പ്രകാരം 2025 ഒക്ടോബർ 14 നിശ്ചയിച്ചിരുന്ന പരീക്ഷ അത് റദ്ദാക്കിയതായി തലേദിവസം വിദ്യാർത്ഥികളെ അറിയിക്കുകയും തുടർന്ന് യോഗ്യതകളിൽ മാറ്റം വരുത്തി വിജ്ഞാപനം പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തു. യോഗ്യതകളിൽ മാറ്റം വരുത്തിയത് ഒരു നേതാവിൻ്റെ അടുത്ത ബന്ധുവിന് വേണ്ടിയാണെന്ന ആക്ഷേപം അതിശക്തമാണ്. അന്നേ ആ ആക്ഷേപം ഉയർന്നിരുന്നു. 68,900 മുതൽ 2,05,500 വരെ ശമ്പള സ്കെയിലുള്ള തസ്തികയിലേക്ക് 2025 ജൂൺ 17 ആദ്യ വിജ്ഞാപനം ഇറക്കിയത്. MBBSഉം MDയുമായിരുന്നു യോഗ്യത. 5ഓളം ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. സ്ഥാനക്കയറ്റമടക്കം വരുമ്പോൾ 15 മുതൽ 20 ഒഴിവ് വരെ വരും. 60ഓളം പേരാണ് അതിൽ അപേക്ഷിച്ചത്. ഒക്ടോബർ 14 പരീക്ഷയും പ്രഖ്യാപിച്ചു. എന്നാൽ 13 വൈകിട്ട് 5 മണിക്ക് ശേഷം പരീക്ഷ അനിശ്ചിതകാലത്തേക്ക് മാറ്റിയതായി PSC അറിയിച്ചു. പരീക്ഷ റദ്ദാക്കിയതിന് പിന്നാലെ പുതിയ വിജ്ഞാപനവും വന്നു. ഇതിൽ MSCയും PhDയും ഉള്ളവർ അവർക്കും അപേക്ഷിക്കാമെന്നായിരുന്നു തിരുത്തൽ. PSCയുടെ പുതിയ വിജ്ഞാപനത്തിനെതിരെ സർക്കാർ തന്നെ കത്ത് നൽകിയിട്ടും റദ്ദ് ചെയ്യാൻ PSC തയ്യാറായില്ലെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഇതിനെതിരെ ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചു. എന്നാൽ പരീക്ഷ നടത്തുമെന്നും തർക്കത്തിൽ തീരുമാനമായതിനു ശേഷമേ നിയമനം നടത്തുകയുള്ളൂ എന്നുമായിരുന്നു PSC ട്രൈബ്യൂണലിൽ നൽകിയ മറുപടി. മെഡിക്കൽ ബിരുദമില്ലാത്തവരെ നിയമിച്ചാൽ കോഴ്സിന്റെ ഗുണനിലവാരത്തെ തന്നെ ബാധിക്കുമെന്ന് സർക്കാർ ഫെബ്രുവരി 19 PSCക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മുൻകൂട്ടി എടുക്കേണ്ട ആളിനെ തീരുമാനിച്ചു വെച്ചിട്ട് പ്രഹസനമായി ടെസ്റ്റും ഇന്റർവ്യൂവും നടത്തുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെന്തുവാ, ഇവരുടെ കുടുംബ സ്വത്തോ? അച്ചി വീട്ടിൽ നിന്ന് കിട്ടിയ സ്വത്താണോ? എയ്ഡഡ് സ്കൂളിലെ നിയമനം പോലെയാണോ PSC നിയമനം? ആരുടെയും അച്ചി വീട്ടിലെ സ്വത്തല്ല PSC. കഴിഞ്ഞ 10 വർഷം PSC നടത്തിയ എല്ലാ നിയമനങ്ങളും അന്വേഷിക്കണം. പിൻവാതിലിലൂടെ നിയമനം വാങ്ങിച്ച എല്ലാവരെയും പിരിച്ചുവിടണം. അതാണ് ചെയ്യേണ്ടത്.